വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ രാഘവനാരാണെങ്കിൽ അവിടെ നിന്ന് സ്വർണവും താലിയും ഒക്കെ വാങ്ങിച്ചതിന് ശേഷമാണെങ്കിൽ നേരെ ശാരദാമ്മയുടെ വീട്ടിലേക്കാണ് പിള്ളേയും കൂട്ടിക്കൊണ്ട് പോകുന്നത്. അന്നേരം അവിടെ ശാലിനിയുണ്ട്. എന്നിട്ട് ഈ ഒരു ആനിവേഴ്സറിയുടെ കാര്യവും എല്ലാം ഒക്കെ അങ്ങോട്ട് സംസാരിക്കുകയാണ്. അന്നേരം അത് നടക്കില്ല എന്നൊക്കെ ശാലിനി ഒഴിവാക്കാൻ പറ്റുന്നതല്ലേ എന്നൊക്കെ ഇങ്ങനെ ഒഴിവാക്കുന്നതല്ലേ തിരക്കാണ് എന്നൊക്കെ ഇങ്ങനെ ശാലിനി ആവുന്നത്ര പറയുന്നുണ്ടെങ്കിലും രാഘവനാർ അങ്ങോട്ട് കടുംപിടുത്തം പിടിക്കുകയാണ്. എനിക്കിതങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്നതുമല്ല. ഒഴിവാക്കാനായിട്ട് ആരെങ്കിലും ശ്രമിച്ചാൽ ഈ അച്ഛനെ പിന്നെ ആ വീട്ടിൽ നിങ്ങളാരും കാണില്ല എന്നുകൂടി അങ്ങോട്ടൊരു ഭീഷണിയുടെ സ്വരം കൂടി പറയുമ്പോൾ ശാലിനിക്കൊന്നും പറയാനും കഴിയുന്നില്ല. ശാരദാമ്മ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അതിനുശേഷം രാഘവൻ അവിടെ തിരികെ വീട്ടിലേക്കും പോകുന്നുണ്ട്. അതിനുശേഷം രാത്രിയായിട്ടും ശിവനാണെങ്കിൽ വീട്ടിലെത്തുന്നില്ല. അന്നേരം അവസാനം എത്തുന്നുണ്ട്. രാത്രിയാകുമ്പോൾ ചന്ദ്രയൊക്കെ അവിടെ വേലായുധൻ്റെ കയ്യിൽ വീട്ടിലേൽപ്പിച്ചതിന് ശേഷം ശിവനാണെങ്കിൽ എത്തുന്നുണ്ട്. അന്നേരം വിഷ്ണു വന്നല്ലോ എന്നും പറഞ്ഞ് രാഘവൻ നിൽക്കുകയാണ്. അന്നേരം ശിവനകത്തേക്ക് കയറുമ്പോൾ ഓടിച്ചെന്ന് ശിവനെ പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എടാ മക്കളെ വിഷ്ണു, നീ എവിടെയായിരുന്നു? നിന്നെ കാണാത്തത് കൊണ്ട് അച്ഛനാണെങ്കിൽ ഭ്രാന്ത് പിടിക്കുന്നത് പോലെയൊക്കെ തോന്നുന്നു എന്നൊക്കെ ഇങ്ങനെ ഈ തലയിലൊക്കെ കയ്യിലൊക്കെ തലോടിയിട്ട് രാഘവൻ പറയുകയാണ്. അന്നേരം ശിവനിങ്ങനെ ആകെ ഒരു വിഷമത്തിൽ രാഘവൻ നോക്കിയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ശിവൻ ഈ സംഭവങ്ങളൊന്നും അറിയുന്നില്ല. അന്നേരം ശാലിനിയും ഭാമയും പൊന്നിയൊക്കെ നോക്കി നിൽക്കുന്നേ ഉള്ളൂ. അതിനുശേഷമാണ് അവിടെ രാഘവൻ പറയുന്നൊരു വെഡിങ് ആനിവേഴ്സറി ഇങ്ങനെ നടത്തും, അച്ഛന് വാക്ക് തരണം, മോൻ ഇവിടെ നിന്ന് പോയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശിവൻ ആ ഒരു വാക്ക് കൊടുക്കുന്നതും ശാലിനി നിസ്സഹായമായിട്ട് അവിടെ നോക്കി നിൽക്കുന്നതും ഒക്കെ. പക്ഷേ ഇനി ആ ഒരു ആനിവേഴ്സറി പാർട്ടിയിൽ എന്ത് സംഭവിക്കും എന്നുള്ള ആ ഒരു ഒരുക്കങ്ങളൊക്കെ രാഘവൻ അവിടെ നടത്തും. ഇപ്പോൾ പിന്നെ താലി വാങ്ങിച്ചത് ഇതുവരെ ശാലിനി അറിഞ്ഞിട്ടില്ല, മോതിരം വാങ്ങിച്ചതൊന്നും അറിഞ്ഞിട്ടില്ല. അതൊക്കെ അറിയുമ്പോൾ ഇനി എന്തോ പ്രശ്നം ഉണ്ടാകും, അതെങ്ങനെ മുടക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. അതോ ഇനി നടക്കുമോ എന്നുള്ളതാണ്. എന്തായാലും നടക്കാനായിട്ട് സാധ്യമില്ല, എങ്ങനെയെങ്കിലും അത് മുടക്കുമായിരിക്കും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.